ഓക്കെ, വൺസ് അഗെയിൻ എല്ലാവരെയും വെൽക്കം ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സെക്ഷൻ എത്ര ഒരു 20 to 25 മിനിറ്റ്, ഒരു 15 to 25 മിനിറ്റിന്റെ അകത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ലീഗൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നതാണ്. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണ്ട, എത്ര പേജ് എഴുതണം, എങ്ങനെ ചെയ്യണം. റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. എന്നിരുന്നാലും ലൈവ് കേൾക്കുന്നതായിരിക്കും ബെറ്റർ. റെക്കോർഡിങ്സും ഉണ്ടാകും. ഓക്കെ, അപ്പൊ പ്രോബ്ലം ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണം? നമ്മൾ പല മേഖലയിൽ നിന്ന് വന്നവരാകാം. ഫസ്റ്റ് സെമ്മിലെ വിദ്യാർത്ഥികൾ ഉണ്ടാകാം, തേർഡ്, സെക്കൻഡ്, ഫോർത്ത്, ഫിഫ്ത്ത് സെമ്മിലെ ലോ പേപ്പേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാം. അപ്പൊ എല്ലാവർക്കും ഒരുപോലെയുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ഒരു ലീഗൽ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു കൃത്യമായ ആൻസർ നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോൾ കിട്ടും. നമ്മളൊരു 10 to 15 മിനിറ്റിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഉദാഹരണത്തിന് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അതിനു മുന്നേ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. എന്റെ പേര് കമർ. ഞാനൊരു അക്കാദമി നടത്തുന്നുണ്ട്. 2-2.5 വർഷമായിട്ട് ആബിനിഷ്യോ ലോ അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമി നടത്തി വരുന്നുണ്ട്. കേരള, കാലിക്കട്ട്, MG യൂണിവേഴ്സിറ്റി, ഈ 3 യൂണിവേഴ്സിറ്റിയിലെയും വിദ്യാർത്ഥികൾക്ക് ലോ പേപ്പേഴ്സിന് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. 250 രൂപ മുതൽ നമുക്ക് പേയ്മെന്റ് ഫീസ് ആക്കിക്കൊണ്ടുള്ള സബ്ജക്ട് ട്യൂഷൻസ് ഉണ്ട്. നമുക്ക് പല റേറ്റിൽ വരുന്ന പല രീതിയിലുള്ള ബാച്ചസും, പല ക്രാഷ് ബാച്ച്, റാപ്പിഡ് ബാച്ച്, റെഗുലർ ബാച്ച്, അങ്ങനെ പല രീതിയിലുള്ള ബാച്ചുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനോടകം ഏകദേശം 1600+ സ്റ്റുഡൻസ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഇതിനോടകം. കഴിഞ്ഞ റീസെന്റ് ഇയറിൽ യൂണിറ്ററി LLBയിൽ ഒരുപാട് റാങ്ക് വാങ്ങിച്ച കുട്ടികളും നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾ, ഒരുപാട് റാങ്ക് വാങ്ങിച്ച കുട്ടികളും സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ആദ്യമായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയണേണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്യൂഷൻ, ലോ പേപ്പറിന്റെ ട്യൂഷനോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. 8089276037. അതാണ് എന്റെ നമ്പർ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ലോ പേപ്പേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ടോർട്ട്, BNS, ലീഗൽ ലാംഗ്വേജ്, ഹെൽത്ത് ലോ, അന്ന് തുടങ്ങി ഏകദേശം ജുറിസ്പ്രുഡൻസ്, ഫാമിലി ലോ, ലാൻഡ് ലോ തുടങ്ങി BNSS ഏകദേശം 18ഓളം ലോ പേപ്പേഴ്സിന് നമ്മൾ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ട്യൂഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ് ഉണ്ടാകും. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും. അഡീഷണലി നിങ്ങൾക്ക് എന്തുണ്ടാകും, നോട്ട്സ് ഉണ്ടാകും. നമ്മുടെ ട്യൂഷൻ്റെതായ നോട്ടുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഡെമോ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. നമുക്ക് എന്തായാലും കണ്ടന്റിലേക്ക് വരാം. നമ്മൾ പ്രോബ്ലം സോൾവിങ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ലീഗൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെഷൻ തീരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാകണം ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യന്റെ അകത്ത്. ഓക്കെ, അപ്പോ ലീഗൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4 കാര്യങ്ങളാണ്, 4 സബ് ഹെഡിങ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനൊരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് തരാം. ഒരു പ്രോബ്ലം ഇതാണ്: LIC എന്ന് പറയുന്ന സ്ഥാപനം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു. അല്ലെങ്കിൽ LIC എന്ന് പറയുന്ന ഒരു ബോഡി ഒരു പെർട്ടിക്കുലർ പേഴ്സണെ ജെൻഡറിന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു. LIC എന്ന് പറഞ്ഞ സ്ഥാപനത്തില് ഒരു ആള് എന്ത് ചെയ്തു, അവിടെ എന്തോ എൻക്വയറിക്ക് വേണ്ടി ചെന്നപ്പോ LIC എന്ന് പറഞ്ഞ കോർപ്പറേഷൻ ബോഡി എന്ത് പറഞ്ഞു, നീ ഒരു റിലീജിയൻ മുസ്ലിം, നീ ഒരു മുസ്ലിം ആയതുകൊണ്ട് നിനക്ക് ഇവിടെ എന്ത് ചെയ്യില്ല, ഇവിടുത്തെ ആനുകൂല്യം നിനക്ക് തരില്ല എന്ന് പറഞ്ഞ് റിലീജിയന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു. ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു ബോഡി മറ്റൊരാളെ ഇങ്ങനെ എന്ത് ചെയ്തു, ഡിസ്ക്രിമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ കാണിച്ചു, അത്രേ തരുള്ളൂ. ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്യൂസും കൂടി ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, ചിലപ്പോ തരില്ല. നമുക്ക് ഇഷ്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂസ് തന്നെ എഴുതിയാൽ മതി. ഇനി ഇഷ്യൂസ് തന്നില്ല എങ്കിൽ നമ്മൾ ഫ്രെയിം ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പ്രോബ്ലം. ഒരു LIC എന്ന് പറഞ്ഞ ബോഡി എന്ത് ചെയ്തു, ഒരാളോട് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ കാണിച്ചു, ഒരാളോട് വേർതിരിവ് കാണിച്ചു. ദിസ് ഇസ് ദി പ്രോബ്ലം. അപ്പൊ ഫാക്ട് എഴുതേണ്ടത് എങ്ങനെയാണ്? ആദ്യം ഫാക്ട്, അതിനുശേഷം ഇഷ്യൂ, അതിനുശേഷം ലീഗൽ റീസണിങ്, ഏറ്റവും താഴെ ജഡ്ജ്മെന്റ്.
ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ഇതിന്റെ അകത്ത് അഡീഷണലി ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ആദ്യം എഴുതേണ്ടത് ഫാക്ട് ആണ്. നിങ്ങൾ ഒരു സബ് ഹെഡിങ് ഇട്ടിട്ട് ആദ്യം ഫാക്ട് എഴുതണം. ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു രംഗം അത് ചുരുക്കി എഴുതുന്നതിനെയാണ് ഫാക്ട് എഴുതുക എന്ന് പറയുന്നത്. ദി ബോഡി LIC ഹാസ് ഡിനൈഡ് അല്ലെങ്കിൽ വയലേറ്റഡ് ദി ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ബി ബൈ ആക്ടിങ് ദിസ്, അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് LIC എന്ന് പറഞ്ഞ ബോഡി എന്ത് ചെയ്തു, നമ്മുടെ ബി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു. അതാണ് അവിടുത്തെ ഫാക്ട്. അത്ര എഴുതിയാൽ മതി. അപ്പൊ ചിലപ്പോ പ്രോബ്ലത്തിന്റെ അകത്ത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, വെദർ ബി കാണിച്ച പ്രവൃത്തി എന്തെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റീവ് ആണോ, അല്ലെങ്കിൽ കേസ് എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിലപ്പോ തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യന്റെ അകത്ത്. അങ്ങനെ തന്നിട്ടുണ്ടാകുമോ, കേസ് എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫാക്ട് അല്ല, അത് ഫാക്ടിന്റെ കൂട്ടത്തിൽ എഴുതണ്ട. ആ ഇൻസിഡന്റിൽ എന്താണോ നടന്നത് അത് മാത്രം നിങ്ങൾ ഫാക്ടിൽ എഴുതിയാൽ മതി. ഈ ബോഡി മറ്റേ ആളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു, അതാണ് അവിടുത്തെ ഫാക്ട്. അത് കേസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഫാക്ട് അല്ല, അതൊന്നും നിങ്ങൾ എഴുതണ്ട. അവിടെ എന്താണോ കറക്റ്റ് സംഭവിച്ചത് ആ കാര്യം ചുരുക്കി എഴുതുന്നതിനെയാണ് ഫാക്ട് എഴുതുക എന്ന് പറയുന്നത്. അത് 2 വരിയിലാക്കി എഴുതുക. ഓക്കെ, 2 3 വരിയിലാക്കി ചുരുക്കി എഴുതുക. രണ്ടാമത്തെ ഒരു സബ് ഹെഡിങ് ആണ് ഇഷ്യൂ റൈസ് ചെയ്യണം നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. പല രീതിയിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വെദർ ദി സ്യൂട്ട് ഇസ് മെയിൻറ്റൈനബിൾ എന്ന് ചോദിക്കാം. അതായത് ബി എന്ന വ്യക്തിയാണല്ലോ പരാതിക്കാരൻ. അപ്പൊ ബി എന്ന വ്യക്തി കൊടുക്കുന്ന പരാതി വെദർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ വേണം എപ്പോഴും ഇഷ്യൂസ് റേസ് ചെയ്യാൻ. വെദർ ഇട്ട് എഴുതാം, അല്ലെങ്കിൽ ഇസ് ഇട്ട് എഴുതാം. ഇസ് ദി സ്യൂട്ട് ഇസ് മെയിൻറ്റൈനബിൾ, അല്ലെങ്കിൽ ഇസ് ദർ എനി പ്രൊവിഷൻ ടു ഫയൽ എ സ്യൂട്ട്, അല്ലെങ്കിൽ ദി സ്യൂട്ട് വിച്ച് ഇസ് അറൈസിംഗ് ഹിയർ ഇസ് ലീഗലി മെയിൻറ്റൈനബിൾ. അങ്ങനെ നമുക്ക് പല രീതിയിലും ക്വസ്റ്റ്യൻ ഫോർമാറ്റില് വെദർ ഇസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് വേണം ഇഷ്യൂസ് റേസ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു സ്യൂട്ട് മെയിൻറ്റൈനബിൾ ആണോ, ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ സംഭവിച്ചാല് നമുക്ക് ആർക്കെല്ലാം എതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും? പ്രൈവറ്റ് വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ ജനറലി? സ്റ്റേറ്റിനെതിരെയാണ് നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ റൈസ് ചെയ്യേണ്ടത് LIC ഇസ് കംസ് അണ്ടർ ദി ടേം സ്റ്റേറ്റ്. LIC സ്റ്റേറ്റിന്റെ പർവ്യൂവിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഈ സ്യൂട്ട് മെയിൻറ്റൈനബിൾ ആണോ? ഇവിടെ ബി നേരിട്ടിട്ടുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണോ? ബി അഗ്രീവ്ഡ് ആണോ? 3-4 ഇഷ്യൂസ് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2, 3, 4 ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ കേസ് മെയിൻറ്റൈനബിൾ ആണോ? എ ബിയോട് കാണിച്ചിട്ടുള്ള പ്രവൃത്തി ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണോ? എനെ നമുക്ക് സ്റ്റേറ്റിന്റെ പർവ്യൂവിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ, ഏത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ് നടന്നത്, അത് കൃത്യമായ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണം അറൈസ് ചെയ്യാൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ട 3-ാമത്തെ പോയിന്റ് ആണ് ലീഗൽ പ്രൊവിഷൻ അല്ലെങ്കിൽ ലീഗൽ റീസണിംഗ് എന്ന് പറഞ്ഞ ഒരു ലീഗൽ അനലൈസിങ്. ലീഗൽ പ്രൊവിഷൻ ആൻഡ് അനലൈസിങ് പല രീതിയിൽ നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാം. അല്ലെങ്കിൽ ലീഗൽ റീസണിംഗ് എഴുതാം, അല്ലെങ്കിൽ ലീഗൽ പ്രൊവിഷൻ ആൻഡ് അനലൈസിംഗ് എഴുതാം. എങ്ങനെയാണെങ്കിലും ആ ഒരു ഹെഡിങ്ങിന്റെ താഴെ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് റൂൾസ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ലോ നിങ്ങൾ അവിടെ എഴുതണം. നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ആർട്ടിക്കിൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? റിലീജിയന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായത്. സ്റ്റേറ്റ് ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനും അറൈസ് ആയിട്ടുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 12 പറ്റി അവിടെ എഴുതാം. കറക്റ്റ് ഉത്തരവാണ്. കാരണം ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റേറ്റ് ആണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ആർട്ടിക്കിൾ 12 എന്താണെന്ന് മെൻഷൻ ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ ചർച്ചയിലോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ആർട്ടിക്കിൾ 12 ഓക്കെ. വേറെ എന്താണ് ലീഗൽ പ്രൊവിഷൻ ഉള്ളത് ഇവിടെ? ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിയുടെ വയലേഷൻ ആണോ എന്ന് ചോദിക്കാം. ആർട്ടിക്കിൾ 15 ക്ലോസ് 1 റിലീജിയന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ. ആർട്ടിക്കിൾ 15 ക്ലോസ് 1 പറയുന്നുണ്ട് നോ സിറ്റിസൺ ഷാൽ ബി ഡിസ്ക്രിമിനേറ്റഡ് ബേസ്ഡ് ഓൺ റേസ്, കാസ്റ്റ്, സെക്സ്, റിലീജിയൻ, പ്ലേസ് ഓഫ് ബർത്ത്. ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയപ്പെട്ടിട്ടുള്ള റീസൺസിന്റെ പേരിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അപ്പോ ഇസ് ദർ ആർട്ടിക്കിൾ, അപ്പൊ നമുക്കിവിടെ മെൻഷൻ ചെയ്യേണ്ട ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 15 ഉണ്ട്, ആർട്ടിക്കിൾ 12 ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എക്സ്പ്ലനേഷൻ തുടങ്ങണം. ഓക്കെ, ആ പ്രൊവിഷൻ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എന്താണോ ആർട്ടിക്കിളും അതിന്റെ എക്സ്പ്ലനേഷനും വേണം ആദ്യം എഴുതാൻ. ഫാക്ട് ഇഷ്യൂസ് ഒക്കെ ചുരുക്കി എഴുതണം. ലീഗൽ പ്രൊവിഷന്റെ അകത്ത് നമ്മൾ ആദ്യം റൂൾസ് എഴുതുമ്പോൾ നല്ല രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ എഴുതണം. ആർട്ടിക്കിൾ 12 ചെറുതായി മെൻഷൻ ചെയ്യണം. ആർട്ടിക്കിൾ 12 ഹാസ് 4 ക്ലോസസ്. ക്ലോസ് 1 എന്താണ്, ക്ലോസ് 2 എന്താണ്, ക്ലോസ് 3 എന്താണ്, ക്ലോസ് 4 എന്താണ്.
4 ക്ലോസും പറയുന്നുണ്ട്. ആ 4 ക്ലോസിൽ ഏത് ക്ലോസിലാണ് LIC നമുക്ക് സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? അതിന്റെ ഉത്തരം കേൾക്കട്ടെ. LIC സ്റ്റേറ്റ് ആണോ? കേട്ടില്ല. അല്ല. സ്റ്റേറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ ക്ലോസ് 1-ലും 12 ക്ലോസും അതിന്റെ ഡിസ്കഷനിലോട്ട് ഞാൻ പോകുന്നില്ല, ഭയങ്കര വലിയ ടൈമായി പോകും. ആർട്ടിക്കിൾ 12 ക്ലോസ് 1, 2, 3, 4-ലൊക്കെ പറയുന്നത് ഡിഫറെന്റ് മാറ്റേഴ്സ് ആണ്. ഓക്കെ, LIC സ്റ്റേറ്റ് ആണെന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അപ്പോ ഈ ആർട്ടിക്കിൾ എന്തൊക്കെയാണ്, അതിന്റെ ക്ലോസുകൾ എന്തൊക്കെയാണെന്ന് എഴുതി പറയൂ. ആർട്ടിക്കിൾ ഈ 4 ക്ലോസ് എന്താണെന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുപാട് കേസ് ലോസ് പഠിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 12-ല്. ഓക്കെ, ശാന്താബായിയുടെ കേസ് പഠിച്ചിട്ടുണ്ട്, ഉജംബായിയുടെ കേസ് പഠിച്ചിട്ടുണ്ട്, രാജസ്ഥാന്റെ കേസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് രാമിന്റെ കേസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ ഈ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട കേസ് ഏതാണ്? എല്ലാ കേസും നിങ്ങൾ ഇവിടെ എഴുതി വെക്കണ്ട. അങ്ങനെ എഴുതി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടൂല. ഈ കേസുമായി ബന്ധപ്പെട്ട കേസ് എന്താണെന്ന്, അതായത് നിങ്ങൾ ആദ്യം ലോ പഠിക്കണം. ലോ പഠിച്ചാലേ ഉള്ളൂ ഇതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മര്യാദക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോ ഞാൻ ഈ കണ്ടന്റ്, ആ ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ലോ പഠിച്ചു കഴിയുമ്പോൾ ആർട്ടിക്കിൾ 12 നല്ലതുപോലെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകും. ആർട്ടിക്കിൾ 12-ല് രാജസ്ഥാൻ വേഴ്സസ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞ കേസിന്റെ അകത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ബോഡീസ് ആണെന്നുണ്ടെങ്കിൽ ആ ബോഡീസിനെ അതർ അതോറിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതർ അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാമെന്നാണ് അതിന്റെ അർത്ഥം. ഏതെങ്കിലും ആക്ടിന്റെ പെർവ്യൂവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ബോഡി ആണെങ്കിൽ. അപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾ 12-ന് 4 ക്ലോസ് എഴുതിയിട്ട് ഈ ഇലക്ട്രിസിറ്റിയുടെ കേസ് എഴുതിയിട്ട് പറയണം, ഇൻ ദിസ് കേസ് ദി സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ഇഫ് എനി അതോറിറ്റി കംസ് അല്ലെങ്കിൽ ഇനാക്റ്റഡ് അണ്ടർ എനി സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് then that authority can be considered as state. അതാണ് ആ കോടതിയിൽ ഡിസിഷനായി വന്നത്. അതിനുശേഷം ഒരു കേസ് ഉണ്ടായി, സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് രാം. ആ കേസിലാണ് LIC ഒരു സ്റ്റേറ്റ് ആണോ ഇല്ലയോ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടത്. അപ്പൊ നിങ്ങൾ ആ കേസ് എഴുതണം. ആ കേസ് എഴുതിയിട്ട് വേണം. ഈ കേസിനകത്ത് കോടതി പറഞ്ഞു, രാജസ്ഥാൻ വേഴ്സസ് ഇലക്ട്രിസിറ്റി ബോർഡിനോ കേസിനെ ആസ്പദിച്ചുകൊണ്ട് നമുക്കൊരു ഉത്തരം കൊടുക്കാം. ആ കേസിൽ എന്താ പറഞ്ഞത്? ഒരു ആക്ടിന്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ബോഡി ആണെങ്കിൽ സ്റ്റേറ്റിന് വിളിക്കാൻ പറ്റും നമ്മൾ പഠിച്ചു. LIC എന്ന് പറയുന്നത് ശരിക്കും LIC എന്ന് പറഞ്ഞ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. ആ ആക്ടിന്റെ പെർവ്യൂവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബോഡിയാണ് LIC എന്ന് പറഞ്ഞ ആ കോർപ്പറേഷൻ. അപ്പോ രാജസ്ഥാന്റെ ആ കേസിൽ തന്നിട്ടുള്ള ജഡ്ജ്മെന്റ് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? LIC ആക്ടിന്റെ പെർവ്യൂവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള ബോഡിയാണ് LIC എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ആ ഒരു പ്രൊവിഷൻസ് മാത്രം അവിടെ എഴുതുക, ആപ്ലിക്കേഷൻ ഇപ്പൊ കൊടുക്കരുത് കേട്ടാ. ഇങ്ങനെ നടന്നിട്ടുണ്ട്, രാജസ്ഥാന്റെ കേസിൽ കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് രാം എന്ന് പറഞ്ഞ കേസിനകത്ത് കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എഴുതുക. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങൾ ആപ്ലിക്കേഷൻ എഴുതാൻ. അടുത്തൊരു പോർഷനിലോട്ട് ലീഗൽ റീസണിങ്ങിന്റെ അകത്ത് വരുന്ന സാധനമാണ്. ആദ്യം റൂൾസ് ചെയ്തിട്ട് പിന്നെ അതിനെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇൻ ദി സിനാറിയോ അല്ലെങ്കിൽ ദി ഫാക്ട് ബീയിങ് ഇവിടെ നടന്നേക്കുന്ന സാഹചര്യം ഇതായിരിക്കെ, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നടന്നിട്ടുള്ള ഫാക്ട് ഇന്ന ബോഡി LIC എന്ന് പറഞ്ഞ ബോഡിയാണ് ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ നടത്തിയേക്കുന്നത്. അപ്പോ അത് അപ്ലൈ ചെയ്യണം. ആർട്ടിക്കിൾ 14, 15 പ്രകാരം ഒരാളെ റിലീജിയന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നടന്നിട്ടുള്ള ഒരു ആക്ടിനെ വയലേഷൻ എന്ന് പറയാൻ പറ്റും. ആർട്ടിക്കിൾ 15ന്റെ വയലേഷൻ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ കേസും ഈ റൂളും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മളവിടെ 2-3 റൂൾസ് ചെയ്തിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യണം. ഒന്ന്, ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേറൊരു ഡിസ്കഷൻ കൂടി ഉണ്ട്. ആ സ്ഥാപനം സ്റ്റേറ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു ഡിസ്കഷൻ കൂടി അവിടെ നടത്തിയായിരുന്നു. അപ്പൊ അതും കൂടി എഴുതണം. നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള റൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പെർട്ടിക്കുലർ ഫാക്ടിന്റെ അകത്ത് നടന്നിട്ടുള്ള LIC എന്ന് പറഞ്ഞ കമ്പനി, ആ കമ്പനി ശരിക്കും സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ ഇപ്പൊ മെൻഷൻ ചെയ്തു പോയിട്ടുള്ള റൂള് പ്രകാരം സുഖ്ദേവ് സിംഗ് ഭഗത് രാം എന്ന് പറഞ്ഞ കേസിൽ കോടതി ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് LIC എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആയിട്ട്. അപ്പോ ഈ കേസിൽ നടന്നിട്ടുള്ള LIC എന്താണ്? സ്റ്റേറ്റ് തന്നെയാണ് എന്ന് അപ്ലൈ ചെയ്ത് എഴുതണം. ഈ റൂള് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സംഭവം ഇതിന് സിമിലർ ഇൻ നേച്ചർ ആണ്, ഇതിനോട് എന്തായി വരുന്നതാണ്, സിമിലർ ആയിട്ട് വരുന്നതാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? പോയിന്റ് ഔട്ട് ചെയ്യണം. ഓക്കെ,
അത് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം സിമിലർ കേസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നിട്ടുള്ള ആ ഒരു കേസ് ചിലപ്പോൾ ഏതെങ്കിലും ഒറിജിനലി നടന്ന കേസിന്റെ സിമിലർ ഫാക്ട് ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കറക്റ്റ് ബന്ധമുള്ള അല്ലെങ്കിൽ കറക്റ്റ് അതേപോലത്തെ ഫാക്ട് നടന്നിട്ടുള്ള വേറെ ഏതെങ്കിലും കേസ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കേസിന്റെ പേര് അവിടെ എഴുതണം. സിമിലർ കേസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ LIC ഫണ്ടമെന്റൽ വയലേഷൻ ചെയ്താൽ അതിന്റെ കേസിന്റെ പേര് സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് രാം എന്നാണ്. അപ്പോൾ സിമിലർ കേസ് എന്ന് പറഞ്ഞിട്ട് സുഖ്ദേവ് സിംഗിന്റെ കേസ് എഴുതണം, ആ പേര് എഴുതണം. എന്നിട്ട് ഒരു 3 വരിയിൽ ആ കേസിൽ കോടതി പറഞ്ഞ കാര്യം എന്താണെന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്യണം. എന്നിട്ട് വേണം ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ജഡ്ജ്മെന്റ് എഴുതുമ്പോൾ ദി കോർട്ട് ഹെൽഡ് ദാറ്റ് കോടതി ഇവിടെ പറയുന്നത് ഇന്ന കാര്യങ്ങളാണ്. ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? നമ്മളവിടെ ഇഷ്യൂസിൽ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഓരോരോ ക്വസ്റ്റ്യനും ആൻസർ ആയിട്ട് വേണം ജഡ്ജ്മെന്റ് കൊടുക്കാൻ. നമ്മളൊരു ഇഷ്യൂ റേസ് ചെയ്തത് എന്താണ്, ഈ സ്യൂട്ട് മെയിൻറ്റൈനബിൾ ആണോ? യെസ്, ദി കോർട്ട് ഹെൽഡ് ദാറ്റ് ദി സ്യൂട്ട് ഇസ് മെയിൻറ്റൈനബിൾ. അടുത്ത ഇഷ്യൂ എന്തായിരുന്നു? ആർട്ടിക്കിൾ 15 വയലേഷൻ ഉണ്ടോ എന്നാണ്. യെസ്, the act which is done by LIC, it is violative of Article 15 Clause 1. അടുത്തതായി പിന്നെ നമ്മളവിടെ ചോദിച്ചത് LIC ഒരു സ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ചിരുന്നു. Yes, by applying the aforesaid rules, the LIC can be considered as a state under the Article 12. ഇത്രേ ഉള്ളൂ ജഡ്ജ്മെന്റ്. ഇഷ്യൂവിൽ എന്താണോ റൈസ് ചെയ്തത് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് മതി. അതിന്റെ തെളിവുകളോ എവിഡൻസോ ഒന്നും എഴുതണ്ട. അതൊക്കെ എഴുതേണ്ടത് ലീഗൽ പ്രോബ്ലം മറ്റേ അനലൈസിംഗിന്റെ സ്ഥലത്താണ്. റൂൾ എഴുതിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെയാണ് നിങ്ങൾ ഫുള്ള് യുദ്ധം ചെയ്യേണ്ടത്. റൂൾസ് എഴുതിയിട്ട് അതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതൊക്കെ ഫുൾ അവിടെയാണ്. ജഡ്ജ്മെന്റിൽ നിങ്ങൾ എന്താണോ ഇഷ്യൂസ് റൈസ് ചെയ്തത് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം സ്യൂട്ട് മെയിൻറ്റൈനബിൾ ആണ് അല്ലെങ്കിൽ സ്യൂട്ട് മെയിൻറ്റൈനബിൾ അല്ല, ആർട്ടിക്കിൾ 15 വയലേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇത് സ്റ്റേറ്റിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ പറ്റൂല എന്ന ജസ്റ്റ് കൺക്ലൂഷൻ മാത്രം അവിടെ എഴുതിയാൽ മതി. നമ്മുടെ ഈ ഒരു ആർട്ടിക്കിളിൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ പോർഷന്റെ അകത്ത് എഴുതിയാൽ മതി. സിമിലർ കേസ് നിങ്ങൾക്ക് ജഡ്ജ്മെന്റിന് തൊട്ട് മുകളിലായിട്ടും എഴുതാം അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന് ശേഷവും എഴുതാം. 2 രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല. ഫാക്ട് ഇഷ്യൂ, ലീഗൽ റീസണിങ്, അതിന്റെ അകത്ത് പ്രൊവിഷൻസ് വരും, അതിന്റെ ആപ്ലിക്കേഷൻ വരും. പിന്നെ സിമിലർ കേസ്, ഏറ്റവും താഴെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നോക്കാനുള്ള ഫോർമാറ്റ്. ഓക്കെ, എന്തായി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? ഏകദേശം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ഫോർമാറ്റ് റിപ്പീറ്റ് ചെയ്യാം. ഫാക്ട് ഒന്നാമത്തത്, രണ്ടാമത്തത് ഇഷ്യൂ, മൂന്നാമത്തത് ലീഗൽ റീസണിങ് എന്ന് ഹെഡിങ് കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യം ലീഗൽ പ്രൊവിഷൻ എന്നിട്ട് ലീഗൽ അനലൈസസ്. ആദ്യം പ്രൊവിഷൻസ് എഴുതണം, പിന്നെ ലീഗൽ അനലൈസിങ്, അതിന്റെ ആപ്ലിക്കേഷൻ എഴുതണം. ഓക്കെ, അതിനുശേഷം സിമിലർ കേസ് എഴുതണം. ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യണം? ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ കൺക്ലൂഷൻ കൊടുക്കണം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ പ്രോബ്ലം സെഷന്റെ അകത്ത് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ 8089276037 അതാണ് എന്റെ നമ്പർ. കോൺടാക്ട് ചെയ്യാം. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ MG യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് നെക്സ്റ്റ് മന്ത് ലാസ്റ്റോടുകൂടി എക്സ്പെക്ട് ചെയ്ത് തുടങ്ങാം. ജനുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് മുതൽ എക്സ്പെക്ട് ചെയ്യാം എന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോ വേണമെങ്കിലും വരാം. അപ്പൊ നിങ്ങൾ പ്രിക്വേഷണറി ആയിട്ട് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക, നന്നായിട്ട് പഠിച്ച് ക്ലിയർ ആക്കുക. പിന്നെ അതിന്റെ കൂട്ടത്തില് നമ്മുടെ ട്യൂഷൻ സ്ഥാപനത്തിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. നമ്മുടെ സ്ഥാപനം ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ക്ലാസ്സുകൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സബ്ജക്ട്സ് ഒക്കെ പകുതിയോളമായി. ക്ലാസ് എല്ലാം റെക്കോർഡഡ് ആണ്. ഇന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടിയാണെങ്കിലും നമുക്ക് ആദ്യം മുതലുള്ള ക്ലാസ്സിന്റെ എല്ലാ റെക്കോർഡിങ്സും അവൈലബിൾ ആയിരിക്കും. കുട്ടിയുടെ സൗകര്യം നോക്കി ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം, അല്ലാതെ സംശയം ചോദിക്കാനുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ബാക്കി നമുക്ക് അടുത്തൊരു സെഷനിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു സെഷൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. Thank you. Welcome. Thank you, sir.